അതായത് രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ നിയമാവസ്ഥകളും എല്ലാം തന്നെ ഒരു സഭയെയോ അല്ലെങ്കിൽ ഒരു ആരാധനാ സമൂഹത്തെയോ അതിന്റെ നൈയാമിക വശങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് അവരവലംബിക്കുന്ന ഏക മാർഗം സഭയുടെ തീരുമാനം എന്താണെന്നാണ്. നാട്ടിലെ പൊതുയോഗം കൂടി എന്തെങ്കിലും പറഞ്ഞു പണ്ടൊരിക്കലും ഒരാൾ കോടതി ചെന്നായിരുന്നു, ജില്ലാ കോടതിയിൽ. ഞങ്ങളുടെ പൊതുയോഗം അങ്ങനെ. അപ്പോൾ കോടതി പറഞ്ഞത് പൊതുയോഗമൊക്കെ അവിടെ പറഞ്ഞാൽ മതി, ഇവിടെ കോടതിയിലെ നിയമം പറഞ്ഞാൽ മതി. അതിൽ എത്ര പേരുണ്ടോ ഇല്ല എന്നുള്ളതിൽ നിന്നും പ്രസക്തിയില്ല. ചില പാവപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടായി വന്നുകൊണ്ടൊന്നുമില്ല. അവിടെ ഒരു കലഹമുണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളതിന് നിൽക്കാതെ സമാധാനപരമായി നമ്മുടെ ആളുകൾ നിൽക്കുമ്പോൾ അവരൊഴിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ അവിടെ കയറി നമ്മൾ കയ്യേറ്റത്തിനുള്ള ശ്രമിക്കുക. നമ്മൾ ചെല്ലുന്ന നിയമവശങ്ങളാണ്. കോടതിയും രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പും എല്ലാം പരിഗണിക്കുന്നത് ഈ സഭയുടെ നിയമാവലി എന്തെന്നാണ്. ആ നിയമാവലി ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നിയത സംവിധാനമാണ്. അതിനെ അംഗീകരിക്കും. അതനുസരിച്ച് ബാധ്യസ്ഥരുമാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യയുടെ പൗരന്മാരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ഏതോ വലിയ ഇപ്പം നമ്മൾ തിരുപ്പതിയിലെ വിധി നമ്മൾ കണ്ടതാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിധി നമ്മൾ കണ്ടതാണ്. അവിടെയെല്ലാം നടപ്പിലാക്കുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വം എന്താണ് എടുക്കുന്ന നിലപാടും ആ നിലപാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആരെന്ത് കോക്കുക വിളിച്ചാലും എന്ത് കലഹം ഉണ്ടാക്കിയാലും അതേ നടക്കും. ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി